എളുപ്പത്തിൽ ഒരു പ്രോൺസ് റൈസ് റെഡിയാക്കി എടുത്താലോ? ചെമ്മീനൊക്കെ മേടിക്കുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ പ്രോൺസ് ഒന്ന് മസാലയിൽ പുരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പ്രോൺസ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടിയിട്ടെടുക്കാവേ. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ നേരത്തെ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. തിളക്കുന്ന വെള്ളത്തിലേക്ക് 2 കഷ്ണം പട്ട, കുറച്ച് കറിയാമ്പൂ, ഒരു സ്റ്റാർ, കുറച്ച് ഏലക്ക, കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും എടുത്തു വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചും അരിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവേ. ഇനി നമുക്ക് പ്രോൺസ് റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രം ആവശ്യത്തിനുള്ള എണ്ണ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. പ്രോൺസ് എല്ലാം തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതെല്ലാം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ ബാക്കി ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി എടുത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് സവാള വാടാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. അതിന് മുന്നേ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ ക്യൂബ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇനി ഒന്ന് സവാളയും ക്യാരറ്റും കൂടെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതൊക്കെ ഞാൻ ബീൻസും കൂടി ഇട്ട് കൊടുക്കുവാണ്. ബീൻസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചത് കൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ക്യാരറ്റിന്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കുവാണ്. സ്വീറ്റ് കോൺ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഓൾറെഡി വേവിച്ച സ്വീറ്റ് കോൺ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ പച്ചക്കറികളെല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളതും അവൈലബിൾ ആയിട്ടുള്ളതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളകിന്റെ എണ്ണവും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ പച്ചക്കറികൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുക്കുവാണ്. ചെറിയൊരു പുളിപ്പും കൂടി വരുമ്പോഴേക്കും ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പ്രോൺസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇന്നേരത്ത് നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് സ്ട്രെയിൻ ചെയ്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇതെല്ലാം കൂടെ എന്നെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. റൈസ് ഒരുപാട് ഉടഞ്ഞു പോകാണ്ട് തന്നെ മസാലയുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാവേ. എളുപ്പത്തിൽ തന്നെ പ്രോൺസ് റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വേവിച്ചിട്ടെടുക്കാവേ. പ്രോൺസ് റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. എന്നാലും കശുവണ്ടി കിസ്മിസ് ഒക്കെ നെയ്യിൽ വഴറ്റിയിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. ഇതിലേക്ക് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കിസ്മിസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കിസ്മിസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കുവാണേ. ഈ നെയ്യിലേക്ക് തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ്.
മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് മുട്ടയും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ മുട്ടയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഞാനൊന്ന് ഫ്രൈഡ് റൈസിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ പ്രോൺസ് ഫ്രൈഡ് റൈസ് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലഞ്ചായിട്ടും ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇതേപോലത്തെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. താങ്ക്